അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഒരു പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ലോകത്ത് ആദ്യമായിട്ട് പുതുവത്സരം എത്തുന്ന കിരിബാതി ദ്വീപിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമുക്ക് 2026 ഒരുപാട് പരീക്ഷകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഈ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ മനസ്സിരുത്തി പഠിക്കണം. അലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകാതെ നന്നായിട്ട് പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് SCERT ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള സയൻസിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമുക്കതിനകത്ത് കുറേയധികം പോയിന്റ്സ് കവർ ചെയ്യാനുണ്ട്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് നമ്മുടെ സങ്കര ഇനം വിത്തുകളെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ സസ്യവുമായി ബന്ധപ്പെട്ട സങ്കര ഇനങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കിതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിലൂടെ നോക്കാം. SCERTയുടെ പുതിയ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കവർ ചെയ്താലോ? എന്താ, പോകാല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ. എന്താണ് ഈ പതിവയ്ക്കൽ? അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമുക്കറിയാം, നമ്മൾ പേരയും സപ്പോട്ടയും ചാമ്പയും ബദാമും അത്തിയയും ഇവയൊക്കെ എന്താണ്? മാതൃസസ്യത്തിന്റെ കമ്പുകളോ അതല്ലെങ്കിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയെയാണ് എന്ത് പറയുന്നത്? പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ലെയറിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന തന്നിട്ട് ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെയറിംഗ് എഴുതണമെങ്കിൽ, പതിവയ്ക്കൽ എഴുതണമെങ്കിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം, മാതൃസസ്യത്തിന്റെ കമ്പിലാണ് വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം എന്ത് ചെയ്യും? മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. പേരയും സപ്പോർട്ടും ചാമ്പയും ബദാമും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ലെയറിംഗ് വഴി നടപ്പിലാക്കാറുണ്ട്. പുതിയ സസ്യങ്ങളെ മാതൃസസ്യത്തിന്റെ കമ്പുകൾ വേര് മുളപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതാണ് നമ്മൾ ഈ പതിവയ്ക്കൽ എന്താണ്, അല്ലെങ്കിൽ ലെയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അവർ രണ്ട് ടൈപ്പ് ലെയറിംഗ് ഉണ്ട്. എയർ ലെയറിംഗും ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗും ഉണ്ട്. ഏതൊക്കെയാണ്? എയർ ലെയറിംഗും സെർപെന്റൈൻ ലെയറിംഗും. അതിൽ എയർ ലെയറിംഗ് അഥവാ വായുവിൽ പതിവയ്ക്കൽ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സെർപെന്റൈൻ ലെയറിംഗ് അഥവാ നാഗപതിവയ്ക്കൽ. നമ്മുടെ കുരുമുളക് പോലെയുള്ള ചെടികളുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അവയുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെക്കാറുണ്ട്. പല ഭാഗങ്ങൾ, അതിനെ പർവ്വഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാറൊക്കെയുണ്ട്. അപ്പോൾ ഈ നാഗപതിവയ്ക്കൽ, അതായത് ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. ഈ നാഗപതിവയ്ക്കൽ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഒരേ സമയം, അഥവാ സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കാൻ സഹായിക്കുന്നതാണ്. അതിന് ഉദാഹരണം നാഗപതിവയ്ക്കൽ വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധാരണ സസ്യങ്ങളാണ് ബോഗെയിൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. അതായത് ഒരു ശാഖയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? ഒന്നിലധികം തൈകൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വായുവിൽ പതിവയ്ക്കുന്ന എയർ ലെയറിംഗ്. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാമൊക്കെ വായുവിൽ പതിവയ്ക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ പതിവയ്ക്കൽ ലെയറിംഗ് എന്ന് പഠിച്ചു. ഈ ലെയറിംഗിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കട്ടെ? മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും ഈ പതിവയ്ക്കൽ രീതിക്ക്. അതുപോലെ തന്നെ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. തായ്വേര് പടലമൊന്നും ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ഈ പതിവയ്ക്കൽ മൂലം ഉത്പാദിപ്പിച്ചെടുത്ത സസ്യങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതി. ഈ കായിക പ്രജനന രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാനായിട്ട്
തണ്ട് ഉപയോഗിച്ചിട്ടുള്ള കായിക പ്രജനന രീതിയാണ്. അവയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ ആണ് അറിഞ്ഞിരിക്കുന്ന ആക്സിൻ. എക്സാമിന് ചോദിക്കുക ആക്സിൻ ആണ്. ഈ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഇന്ന് നിലവിലുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കമ്പോട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് അറിയാം, നിങ്ങൾക്കറിയാം അല്ലേ? ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രാഫ്റ്റിംഗ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട മാവ് തന്നെ പല ഇനം ഉണ്ടല്ലേ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ കമ്പനി സയൻ അറിഞ്ഞിരിക്കണം. എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. കമ്പനി എന്ന് ഒട്ടിക്കുന്ന കമ്പനിയാണ് സയൻ എന്ന. റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് വേരോട് കൂടിയ, പേരിൽ തന്നെ ഉണ്ടല്ലേ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടി, അതായത് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പോട്ടിക്കൽ നിർവഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്ത് പറയും? റൂട്ട് സ്റ്റോക്ക് എന്നും അതുപോലെ തന്നെ ഒട്ടിക്കുന്ന കമ്പനി സയൻ എന്നും പറയും. എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബഡ്ഡിങ് നിങ്ങൾക്കറിയാം, റബ്ബറൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. മുകുളമൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. പിന്നെ നിങ്ങള് തീർച്ചയായും കേട്ടിട്ടുള്ളതാണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം അല്ലെ. വർഗസങ്കരണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം പരാഗണം വഴി വിത്തുണ്ടാകും എന്നൊക്കെ നമുക്കറിയാം. അതില് സ്വപരാഗണവുമുണ്ട് പരപരാഗണവുമുണ്ട്. അതായത് സ്വപരാഗണം എന്ന് പറയുന്നത് അതേപോലെ പരപരാഗണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ തന്നെ ഒരു ചെടിയിൽ തന്നെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പരാഗരേണുക്കൾ പതിക്കുന്നതിനെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. പരപരാഗണം എന്ന് പറയുന്ന വ്യത്യസ്ത സസ്യങ്ങളിൽ നടക്കും. അപ്പോൾ അതുപോലെ തന്നെ കൃത്രിമ പരാഗണമുണ്ട്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയും. ഈ സ്വപരാഗണം തടയുന്നതിനാണ് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മുറിച്ചു മാറ്റും. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പരാഗണ ഘട്ടങ്ങളുണ്ട് കൃത്രിമ പരാഗണം ചെയ്യുമ്പോൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനില് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റാറുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പൂവിലെ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കള് പരാഗണ സ്ഥലത്ത് എത്താതിരിക്കാനൊക്കെ പൂവൊക്കെ പൊതിഞ്ഞു കെട്ടുകയും ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഇനങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കളൊക്കെ ശേഖരിക്കുകയും ശേഖരിച്ച പരാഗരേണുക്കൾ ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി കൃത്രിമ പരാഗണം വഴി പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുകയും മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിന്, കാറ്റ് വഴിയൊക്കെ പരാഗണം നടക്കാനല്ലോ, തടയുന്നതിനായി പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടിയൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വർഗസങ്കരണം. കൃത്രിമ വിത്തുകളും അല്ലെങ്കിൽ സങ്കരയിനം വിത്തുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം, അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ നമുക്ക് ഗുണമേന്മയുള്ള വിത്തുകളൊക്കെ ലഭിക്കാറുണ്ട്. അതിനെയാണ് സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ സങ്കരയിനം വിത്തുകൾ ലഭ്യമാകുമെന്ന് പറഞ്ഞു. എക്സാമിന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ മുളകിന്റെ സങ്കരയിനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖിയൊക്കെ. അതുപോലെ പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മിയൊക്കെ പയറിന്റെ കാറ്റഗറീസ് ആണ്. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. അപ്പോൾ മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അതുപോലെ തന്നെ
നെല്ല്, പവിത്ര, അന്നപൂർണ, തെങ്ങ്, ചന്ദ്രലക്ഷ്മിയും ചന്ദ്രശങ്കരയും, വെണ്ട, സൽകീർത്തി, കിരൺ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനി നമുക്ക് കേരളത്തിൽ കുറേ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് അല്ലെ. നമുക്ക് കേരള കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന നമുക്കറിയാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ്. എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ. തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. KAU എന്നറിയപ്പെടുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിലെ മണ്ണുത്തി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് നമുക്കറിയാം കേരള കാർഷിക സർവകലാശാല എന്നുള്ളത് അല്ലെ. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുടെയൊക്കെ മുഖ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടം കൂടിയാണ് KAU. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എക്സാമിന് സ്ഥിരം സാന്നിധ്യമാണ് CTCRI, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കിഴങ്ങു വർഗ്ഗങ്ങളെ കുറിച്ചുള്ള പഠനവും അവയുടെ ഉത്പാദനവും ഒക്കെ നടക്കുന്നത് ഈ CTCRIയിലാണ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റബ്ബർ എന്ന് പറയുമ്പോഴേ നമുക്ക് കണക്ട് ചെയ്ത് കോട്ടയം എഴുതാം അല്ലെ. അത്യുത്പാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്ന സ്ഥലമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. അതുപോലെ തന്നെ തോട്ടവിള ഗവേഷണ കേന്ദ്രം അല്ലെ, CPCRI സെൻട്രൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് എവിടെ നടക്കുന്നത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമായിട്ടുള്ള CPCRI കാസർഗോഡ് നടക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് നമുക്ക് പലതരത്തിലുള്ള കാർഷിക സംരംഭങ്ങളെ കുറിച്ച് അറിയാം. പട്ടുനൂൽ പുഴു വളർത്തലിനെ നമ്മൾ എന്ത് പറയും, ഓരോ ടൈപ്പ് ഉള്ള വളർത്തലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കാർഷിക സംരംഭങ്ങളെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ജീവികളെയും വളർത്തുന്നതിന്, കാർഷിക സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിന്, പരിപാലിച്ച് അല്ലെങ്കിൽ മികച്ച ഫാമിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആധുനിക കൃഷി രീതികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. പട്ടുനൂൽ പുഴു വളർത്തലിനെ എന്ത് പറയുടെ, സെറികൾച്ചർ ആണ് പട്ടുനൂൽ പുഴു വളർത്തൽ. അതേപോലെ ഫ്ലോറികൾച്ചർ പുഷ്പകൃഷിയാണ്. അതേപോലെ തേനീച്ച വളർത്തലിനെ എന്ത് പറയൂടെ, എപ്പിക്കൾച്ചർ ആണ് തേനീച്ച വളർത്തൽ. മുയൽ വളർത്തൽ, അതുപോലെ അതറിയുന്ന നമുക്ക് കൂണിക്കൾച്ചർ ആണ് മുയൽ വളർത്തലിനെ എന്ത് പറയും, ക്യൂണിക്കൾച്ചർ. അതുപോലെ കൂൺ കൃഷിയെ അത് നമുക്കറിയാം ഇംഗ്ലീഷ് വേർഡ് മഷ്റൂം കൾച്ചർ എന്നാണ്. അതുപോലെ കോഴി കൃഷിയെ നമുക്ക് എളുപ്പം അറിയാം, പൗൾട്രി ഫാമിംഗ് എന്നറിയപ്പെടും, പൗൾട്രി ഫാമിംഗ്. കന്നുകാലി വളർത്തലിനെ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നാണ് അറിയപ്പെടുന്നത്, നിങ്ങൾക്കറിയാം. മത്സ്യകൃഷിയെ പിസികൾച്ചർ. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് മത്സ്യകൃഷി പിസികൾച്ചറും, പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചറും, പുഷ്പകൃഷി ഫ്ലോറികൾച്ചറും, തേനീച്ച വളർത്തൽ എപ്പിക്കൾച്ചറും, ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ആധുനിക കൃഷി രീതികളാണ് അല്ലെ, കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ആധുനിക കൃഷി രീതികളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ കൃഷി രീതികളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചും സങ്കരയിനം വിത്തുകളെ കുറിച്ചും പലതരത്തിലുള്ള വർഗസംകരണങ്ങളെ കുറിച്ചും കൃത്രിമ പരാഗണത്തെ കുറിച്ചും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പുതിയ SCRT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആണ്, അതുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.